നമസ്കാരം. സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല എന്നൊരു അവസ്ഥയുണ്ട്. വാഴ്ത്തുപാട്ടുകാരും ബുദ്ധിജീവികളും കൈവിട്ടു. തിരുവാതിര സംഘം പാട്ടു മറന്നു. അപദാനങ്ങൾ പാടാൻ ആരുമില്ല. വെള്ളപൂശാൻ ഇറങ്ങിയവരൊക്കെ വെളുക്കും മുമ്പ് സ്ഥലം വിട്ടു. കഴുകനെന്നും കുതിരയെന്നും ക്ണാപ്റ്റനെന്നും ദൈവമെന്നും വിളിച്ചവർ മാളത്തിലൊളിച്ചു. തേർത്തട്ടിൽ അമ്പേറ്റ് തളർന്നു നിൽക്കുന്ന പടയാളിയെപ്പോലെ അതാ വിജയൻ നിൽക്കുകയാണ്. ഭയത്തിൻ്റെ നിഴൽ ഇപ്പോഴും കൂടെയുള്ളതിനാൽ അണികൾ എപ്പോഴും മൗനത്തിലാണ്. ഞങ്ങൾ ആരുടെ അടിമയാകുമെന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ദുഃഖം. ഭീരുവിനെ പോലെ ഒളിച്ചിരിക്കാതെ ക്ഷത്രിയനെ പോലെ യുദ്ധം ചെയ്ത് രാജ്യം തിരിച്ചെടുക്കൂ എന്ന് പറയാനും ആളില്ലാത്ത അവസ്ഥയായി. തോറ്റോടിയ ദുര്യോധനൻ ഗുഹയിൽ അഭയം തേടിയപ്പോൾ പാണ്ഡവർ വെല്ലുവിളിച്ചത് ഓർമ്മയില്ലേ? ഒളിച്ചിരിക്കുകയാണോ ഭീരു കുലദ്രോഹി? ഒന്നുകിൽ ജയിച്ച് വീരനാവ്, അല്ലെങ്കിൽ അവസാനത്തെ ഉറക്കമുറങ്ങ്. ഇത്രയൊക്കെ കനത്ത പരാജയം തൻ്റെ പാർട്ടിക്കും മുന്നണിക്കും സമ്പാദിച്ചു കൊടുത്തിട്ടും ആരെങ്കിലും മിണ്ടുന്നുണ്ടോ വിജയനെതിരെ കമാന്നൊരക്ഷരം? അവർക്കിപ്പോഴും പിണറായി പേടിയാണ്. ആയുധമില്ല, രാജ്യമില്ല, അമാലന്മാരില്ല. പാടിപ്പുകർത്താൻ സൂതരും മാഗതരുമില്ല. ഉപദേശ വൃന്ദങ്ങളില്ല, ഉപജാപക സംഘങ്ങളില്ല. എന്നിട്ടുമെന്തേ നിങ്ങൾക്ക് പിണറായി പേടി? തോൽവി വിലയിരുത്താൻ വിജയനും സെറ്റുകാരും PBക്ക് പോയിട്ടുണ്ടായിരുന്നു. പിണറായി ബ്യൂറോവായി അധപ്പതിച്ചിട്ടും ഡൽഹിയിൽ ചെന്നേ കൂടൂ. ഇവിടെ നിന്നും 5-6 പേര് വണ്ടി പിടിച്ച് അങ്ങോട്ട് പോകുന്നതിലും എത്രയോ ഭേദമാണ് അവിടെ നിന്നും 2-3 പേര് ഇങ്ങോട്ട് വരുന്നത്. കണ്ണൂർ സംഘത്തിലെ 3-4 പേരും ദേശീയ ജനറൽ സെക്രട്ടറിയും ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ AKG സെൻറ്ററിൻ്റെ 3-ാം നിലയിലോ മറ്റോ എല്ലാവർക്കും കൂടി ഇരുന്ന് അണ്ടിപ്പരിപ്പും ബ്രൂ കോഫിയും കഴിച്ചാൽ പോരെ? ഇതൊരു വലിയ സംശയമായിട്ട് പലരും ചോദിക്കുന്നുണ്ട്. വല്ലപ്പോഴും PB കൂടിയില്ലെങ്കിൽ പാർട്ടിയുടെ വളർച്ച മുരടിക്കും പോലും. ഇടയ്ക്ക് പോയി അടിച്ചുവാരി തൂത്തു തുടച്ചില്ലെങ്കിൽ വല്ല ബംഗാളികളും വന്ന് കയ്യേറി തട്ടുകട തുടങ്ങിക്കളയും. ബംഗാളിൽ പാർട്ടി ഓഫീസുകളെല്ലാം വളം ഡിപ്പോയും ബാർബർ ഷോപ്പും ആക്രിക്കടയും ആയിക്കഴിഞ്ഞു. എന്നിട്ട് എന്താണ് PBയിൽ പോയി ചർച്ച ചെയ്തത്? എന്തുകൊണ്ട് തോറ്റു എന്നല്ല, എന്തുകൊണ്ട് ജനങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നതായിരുന്നു വിഷമം. ബംഗാള്, തമിഴ്നാട് എന്നിവിടങ്ങളിലെ തോൽവിയെപ്പറ്റിയാണ് ഇന്നലെ ചർച്ച ചെയ്തതെല്ലാം. കേരളത്തിലേക്ക് ഇന്നേ എത്തത്തുള്ളൂ. യഥാർത്ഥ തോൽവികളെ മുന്നിലിരുത്തിക്കൊണ്ട് വേണം ദേശീയ സെക്രട്ടറി ബേബിക്ക് ചർച്ച നയിക്കാൻ. ഈ ബേബി സാർ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പാർട്ടി തോറ്റുവെന്ന് ഇദ്ദേഹത്തിനും അറിയില്ലേ? ബേബിയുടെ വലതുവശത്ത് പിണറായി വിജയനും ഇടതുവശത്ത് ഗോവിന്ദനുമാണ് ഇരിക്കുന്നത്. തൊട്ടടുത്തുണ്ട് വിജയരാഘവൻ. ഗോവിന്ദൻ ഇവിടെ ചിരിച്ച പോലെ ഒന്നും അവിടെ ചിരിക്കുന്നില്ല. അതാണ് ഏക വ്യത്യാസം. ബംഗാളിൽ നിന്നൊക്കെ വന്ന പ്രതിനിധികൾ നമ്മൾ എങ്ങനെ തോറ്റു എന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ട് ചോദിക്കെന്ന് പറഞ്ഞ് പിണറായി വിജയനെ ചൂണ്ടാനെങ്കിലും ധൈര്യമുണ്ടോ ബേബി സാറിന്? ഇനിയും മനസ്സിലാകാത്തത് അവർ പറയുന്ന ഭാഷ എന്താണെന്ന് ഈ ഗോവിന്ദനൊക്കെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കും? കഴിഞ്ഞ മാസം വരെ ലോകമെങ്ങും ശോഭിച്ച പാർട്ടിയായിരുന്നു. ഇപ്പോൾ കണ്ണൂരിൽ പോലുമില്ല. കേരളത്തിൽ എവിടെ നോക്കിയാലും പിണറായിയുടെ തിരുമോന്ത കാണാമായിരുന്നു. പക്ഷേ പാർട്ടിയെ കാണാനില്ല. പാർട്ടി അന്ത്യശ്വാസം വലിച്ചു. 3.0 ലോഡ് ചെയ്യുന്നതിൻ്റെ ശബ്ദമായിരുന്നു എവിടെയും. ഇപ്പോഴതൊന്നും കേൾക്കുന്നതേയില്ല. ദില്ലിയിലെ രാജാജി മാർക്കിൽ ഇവിടെ നിന്ന് പോയ 3 മുഖ്യന്മാരെ വിചാരണ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് PB കൂടാൻ പിണറായി സംഘം ചെന്നത്. ഇനി പിണറായി വിജയൻ്റെ അഭിപ്രായം കൂടി ഹൈക്കമാൻഡ് തേടുമോ എന്തോ? കാരണം അവരവിടെ ഇന്ത്യ മുന്നണിയിലാണല്ലോ, സഖ്യമാണല്ലോ. എൻ്റെ നേർക്ക് കൈ ചൂണ്ടിയവനാ സതീശനെന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ പ്രായം നോക്കി അത് പരിഗണിക്കാതിരിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുമോ? കേരളത്തിൽ CPM നേരിടുന്ന ഏക പ്രതിസന്ധി ഇപ്പോൾ ആരെ പ്രതിപക്ഷ നേതാവാക്കുമെന്നതാണ്. ഞാൻ നയിക്കാമെന്ന് പിണറായി വിജയൻ പറയുന്ന മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ് പാർട്ടി. പറഞ്ഞു കിട്ടിയാൽ രക്ഷപ്പെട്ടു. എനിക്ക് പകരം എൻ്റെ മരുമോൻ നയിക്കും, ഭയങ്കര മിടുക്കനാവനെന്ന് പിണറായി പറഞ്ഞാൽ അതും PBക്ക് അംഗീകരിക്കേണ്ടി വരും. ജയിച്ചിരുന്നെങ്കിൽ വിജയരാഘവൻ പറഞ്ഞതിനെ എൻ്റെ ഭാര്യ ബിന്ദു അതിസമർത്ഥയാണെന്ന്. PK ശ്യാമള ജയിച്ചിരുന്നെങ്കിൽ ഗോവിന്ദനും ക്ലെയിം ചെയ്തേനെ. നോക്കണേ, ബഹുമിടുക്കന്മാരെന്ന് പാർട്ടി കരുതിയ ഒറ്റ എണ്ണത്തിനെ കയറ്റി വിട്ടോ ജനം അങ്ങോട്ട്. P രാജീവില്ല, MP രാജേഷില്ല, ചിത്തരഞ്ജനില്ല, സ്വരാജ് പണ്ടേയില്ല, ശിവൻകുട്ടിയുമില്ല. ആ പാവൻ K ശൈലജയെ മട്ടന്നൂരിൽ നിർത്തിയിരുന്നെങ്കിൽ ടീച്ചറമ്മ നയിച്ചേനേയും പ്രതിപക്ഷത്തെ. ഭരണപക്ഷത്തെ 102 എണ്ണത്തിനോട് ഏറ്റുമുട്ടാൻ കഴകത്തുള്ള ഒരുത്തം പോലും ഇല്ലാതെ പോയല്ലോ സഭയിൽ. ഇടതുപക്ഷത്ത് വീണ ജോർജ് ഉണ്ടായിരുന്നെങ്കിൽ കപ്പൽ എങ്ങനെയെങ്കിലും തള്ളി നീക്കിയിട്ടായാലും നവകേരള തീരത്തെത്തിക്കുമായിരുന്നു. സുധാകരൻ പറഞ്ഞത് എന്നെ ഇപ്പോഴും പാർട്ടി പുറത്താക്കിയിട്ടില്ല എന്നാണ്. ഇനി സുധാകരൻ പഴയ പാർട്ടിക്കൂറുകാരനായി പ്രതിപക്ഷ നേതാവായി മാറുമോ എന്തോ? ആശ്വാസമുള്ളത് മുഖ്യമന്ത്രി വന്നിട്ട് മതിയല്ലോ പ്രതിപക്ഷ നേതാവ് എന്നത് മാത്രമാണ്.
സതീശൻ അക്കമിട്ട് പറയും പോലെ എന്തുകൊണ്ടാണ് ഒരു വെല്ലുവിളി പിണറായിക്ക് പറ്റാതെ പോകുന്നത്? ഈ പാർട്ടി 5-ാം വർഷം ഭരണത്തിൽ തിരിച്ചെത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ വിതുരരെ പോലെ ഞാൻ വനത്തിൽ പോകുമെന്ന് എന്താ പിണറായി പറയാത്തത്? ഇരട്ടച്ചങ്കുണ്ടെന്ന് വെറുതെ പറഞ്ഞ് മേനി നടിച്ച് നടന്നാൽ പോരാ. ഈ പിണറായി പ്രതിപക്ഷ നേതാവായി വന്നാൽ തന്നെ എന്ത് മലമറിക്കാനാണ്? ക്യാബിനറ്റ് പദവി കിട്ടും, കന്റോൺമെൻറ്റ് ഹൗസിൽ കുടുംബസഹിതം പൊറുക്കാം, ഹെലികോപ്റ്ററും പൗരപ്രമുഖർക്കുള്ള വിരുന്നും കോൺക്ലേവും ഒന്നും നടത്താൻ പറ്റില്ല. പിണറായി പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ് ആശാസമരക്കാർ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഒരു സമരം കൂടി സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടത്തണം. അപ്പോൾ കാണാം രസം. വിരിച്ചിട്ട പരവതാനിയിൽ കൂടി സഖാവ് പിണറായി വിജയൻ നടന്നു വന്ന് കൈയൊരു പൊക്കുണ്ട്. ആശാസമരക്കാരെ ചേർത്ത് പിടിച്ചൊരു പ്രസംഗവും. മണിമുറ്റത്ത് ആവണിപ്പന്തൽ എന്ന പാട്ടുപാടി ആർ ബിന്ദു സമരപ്പന്തലിൽ ചുവട് വയ്ക്കും. ശ്രീമതിയും ശൈലജയും ഇളമരം കരിയുമും എല്ലാം കൂടി വന്ന് സമരത്തിന് പരിപൂർണ പിന്തുണ നൽകും. അന്നവർ പാട്ടകിലുക്കുകളായിരുന്നെങ്കിൽ ഇപ്പോൾ പച്ചപ്പനന്തത്തകളാകും. എൻ്റെ എൻഡോസ്കോപ്പി തായോ എന്ന് പറഞ്ഞ് ഡോക്ടർ ഹാരിസ് ഒരു പ്രതിഷേധം നടത്തട്ടെ മെഡിക്കൽ കോളേജിൽ. വീണ ജോർജ് ആയിരിക്കും ആദ്യം അവിടെ പിന്തുണയുമായി ഓടിച്ചെല്ലുക. നിതിൻ രാജും സിദ്ധാർത്ഥനുമൊക്കെ ജീവൻ വെടിഞ്ഞത് പിണറായി പ്രതിപക്ഷ നേതാവായി വന്നിട്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പിണറായി വിജയൻ ധർമ്മടത്തെ MLA ആയിട്ട് പോലും നിയമസഭയിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. വർഗവഞ്ചകർ എത്രയാണ് അവിടെ നിങ്ങളെ തരം കിട്ടിയാൽ കൂവാനായി കാത്തിരിക്കുന്നത്. ആ രമേങ്ങാനും മന്ത്രിയായാലത്തെ അവസ്ഥ പറയാനുമില്ല. പിണറായി വിജയൻ്റെ യുഗം അസ്തമിച്ചു എന്ന് സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് പടിയിറങ്ങാൻ നോക്കുക. എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് സഭയിൽ ചെന്ന് പൊക്കിക്കാണിച്ചാൽ 102 പേരും ചേർന്ന് കൂവി വീടും. എൻ്റെ മടിക്കുത്തിന് കനമില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പറയാൻ പറയും അവർ. ഒരു പരിഹാസ പദാർത്ഥമായി പിണറായി വിജയൻ മാറും. ഇനി മുഖ്യമന്ത്രിയാകാമെന്ന് ജീവിതകാലത്ത് വിചാരിക്കുകയും വേണ്ട. ഒരു തട്ടുകേട് വന്നാൽ രക്ഷിക്കാൻ ശിവൻകുട്ടി പോലും സഭയിലില്ല സഖാവെ, ഓർമ്മ വേണം. ഭരണത്തിലിരുന്നപ്പോൾ നിങ്ങൾ കള്ളക്കേസിൽ കുടുക്കിയതിൻ്റെ പകയുമായിട്ടായിരിക്കും ആ അമിട്ട് ഷാജിയൊക്കെ സഭയിലേക്ക് വരിക. അയാളുടെയൊന്നും വായിൽ കയറി ഇറങ്ങാൻ പോലും നിങ്ങൾക്കാർക്കും കഴിയില്ല എന്ന ഓർമ്മ വേണം.